എല്ലാരും കൂടെ മനുഷ്യനായിട്ട് വലയ്ക്ക. പോവാം, ലേറ്റ് ആയ ബസ്സില്ല. ശോഭേ, താൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങടോ, ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണ്ടേ? കാണാൻ മാത്രം ഉണ്ട്. താഴേക്കൊന്ന് ഇറങ്ങിക്കൂടെ തനിക്ക്? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലമുണ്ടോ ഈ വീട്ടില്? പൊടിയും ചാണകവും അരച്ചിട്ട് വയ്യ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. കൃഷിക്കാരുടെ വീടാണ്, ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഉണ്ടാവും. കൃഷിക്കാരുടെ വീടായതുകൊണ്ട് വൃത്തി പാടില്ലെന്നുണ്ടോ? ഞാൻ കാണാത്തൊന്നുമല്ല കൃഷിക്കാര്. എന്റെ ഒരു അങ്കിൾ ഒന്നാന്തരം കൃഷിക്കാരനാ. റബ്ബറും ഏലവും തേയിലയും ഒക്കെ ഉണ്ട്. അങ്കിളുടെ വീട്ടിൽ ഒരു ദിവസം പോവാം, ഒന്ന് കണ്ടു നോക്ക്. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അവര് കൃഷിക്കാരല്ല, പ്ലാന്റേഴ്സ്. ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. താൻ ഇങ്ങനെ ആയാ ഇവിടെ ഒറ്റപ്പെടും. ഏടത്തിയും സുധയും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം. ഇടപഴകൽ എല്ലാവർക്കും ആവാം, ഞാൻ മാത്രം പോരാ. ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്കിറങ്ങിപ്പോവും. എന്നോടാകെ ഇത്തിരി സ്നേഹം കാട്ടിയത് അംബികയെടുത്തിയാ. സുധയ്ക്ക് എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല. ഒക്കെ തന്റെ തോന്നല. തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും, അതാ. അത്ര ഭയങ്കര ഞാൻ അതല്ല ശോഭേ, വലിയ വീട്ടിലെ പെണ്ണ്, പഠിച്ചവള്, എന്ത് പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. താൻ ചെല്ലുക, അവരോടൊപ്പം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ ഏട്ടന്റെ ഒരു ഉത്സാഹം? കണ്ടു. കൊള്ളിക്കഴിഞ്ഞ് അമൃതല്ലേ, ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം. എന്നും കഴിക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയും സുധി ഒരു വാക്കുമിന്റെയോ? ഏട്ടന്റെ ഒരു ചിരി, ഭക്ഷണ സാധനം വായിലിട്ടിട്ട് അട്ടാസിക്കണേ, എന്റെ പാത്രത്തിൽ തെറിച്ചിട്ടുണ്ടാവും. കൃഷിക്കാരും നാട്ടുമ്പുറത്തുകാരും ഒക്കെ ആവാം. മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നോർത്താ ഒരു തെറ്റുമില്ല. താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ ആകെ പ്രശ്നമാവും.